അപ്പോൾ പ്രഭാതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുടെയൊക്കെ ബാക്കിയായിട്ട് കിടക്കുന്ന നമ്മളുടെ മനസ്സാകുന്ന അണ്ടാവിൽ, കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ ശേഖരിച്ചിരിക്കുന്നതിനെ പുറത്തേക്ക് എടുത്ത് കളയലാണ്. പിന്നെ മറ്റൊന്ന്, ഉറക്കം കഴിഞ്ഞ് തെളിഞ്ഞു വരുന്ന സമയത്ത് പൂർവ്വജന്മത്തിൻ്റെ ലിസ്റ്റെല്ലാം ഉണർന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് പലവിധ വിചിത്ര സ്വപ്നങ്ങളൊക്കെ കാണാൻ സാധ്യതയൊക്കെ പറയുന്നത്. അത് നമ്മളുടെ ഈ ജന്മത്തിൽ കാണുന്നതിനെ സ്വീകരിച്ചിരിക്കുന്നതാണെന്ന് മോഡേൺ സൈക്കോളജി പറയുമെങ്കിലും നമ്മൾക്ക് പലതും വളരെ സൂക്ഷ്മമായി പരിഗണിച്ചാൽ, നമ്മൾ അതിനെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും അത് ഈ ജന്മത്തിൽ സ്വീകരിക്കുന്നത് മാത്രമല്ല എന്നുള്ളത് വരും. അപ്പോൾ പൂർവ്വജന്മ വാസനകളെല്ലാം സർഫസ് ചെയ്തിരിക്കും, ഉപരിതലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും, മനസ്സിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഭാരമായി അനുഭവപ്പെടാം. ഇവയെല്ലാം വന്നിരിക്കുന്നതിനെ നമ്മൾ ജപിച്ച് എരിച്ചു കളയുക എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് അതിനെ പറത്തിക്കളയുക. അതിനാണ് നമ്മൾ രാവിലെ ജപിക്കുകയും ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ സാധനാതലത്തിലുള്ള ധ്യാനത്താലും ജപത്താലും ഒക്കെ നടക്കുന്നത്. ജപിക്കും തോറും ഈ പൂർവ്വജന്മത്തിലെ കിടക്കുന്ന എല്ലാം പുറത്തേക്ക് ഇങ്ങനെ പോവുക. ഈ മനസ്സാകുന്ന പാലാഴിയിൽ മഥനം നടത്തിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ. അപ്പോഴതിനനുസരിച്ച് ദിവ്യമായതും ദിവ്യമല്ലാത്തതും മലിനമായതും ഒക്കെ പുറത്തേക്ക് വരാം. മലീമസമായ വാസനകൾ പുറത്തേക്ക് വരാം, അഭിരുചികൾ, വളരെ പരിശുദ്ധമായ ലോക നന്മയ്ക്ക് ഉതകുന്നതായ വാസനകൾ പുറത്തേക്ക് വരാം. പിന്നെ നമ്മുടെ കലാവാസനകൾ പലതും പുറത്തേക്ക് വരാം. ഇതെല്ലാം നമ്മളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ, അതുകൊണ്ടാണ് ജപമൊക്കെ ശീലിക്കുന്നവർ പാടുന്നതൊക്കെ. പൂർവ്വജന്മത്തിൽ പാടിയിട്ടുണ്ടെങ്കിൽ പാട്ടിറങ്ങി വരും, പൂർവ്വജന്മത്തിൽ നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നൃത്തം ഇറങ്ങി വരും. ഇങ്ങനെ ഓരോന്നും വരും. ഇപ്പോൾ സംസ്കൃത ഭാഷ ഒക്കെ ഞാനൊക്കെ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാഷ ഇറങ്ങി വരും, നമ്മൾ ചെറുതായിട്ടൊന്ന് തൊടുത്തു വിട്ടാൽ മതി, അപ്പോഴേക്ക് ബാക്കി വരികയാണ് ചെയ്യുന്നത്. അതാത് ദിവസം ഇങ്ങനെ ചെയ്യുന്തോറും മനസ്സിൻ്റെ ഭാരം പോയിക്കൊണ്ടിരിക്കും. എത്രമാത്രം ഉപബോധ മനസ്സ് സർഫസ് ചെയ്യുന്നുവോ അത്രമാത്രം നമ്മൾക്ക് വയസ്സ് പോലും ബാധിക്കില്ല. വയസ്സാകാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതാണ്, വയസ്സാകാതിരിക്കാനുള്ളത്. ഈ ഒരു സമയമാണ് അതിന് ഏറ്റവും നല്ലത്. കാരണം ബ്രെയിൻ ആൽഫ ലെവലിൽ ഇരിക്കുന്ന സമയം എന്നാണ് വെളുപ്പിനുള്ളതിനെ പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പ്രവൃത്തി പഥത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.